ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഓൺലൈനായും അല്ലാതെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന പഠനത്തിനായിട്ട് ഒരുങ്ങാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു ബുധനാഴ്ചയുടെ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്, ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതാണ്, ഞങ്ങളെ ശക്തീകരിക്കുന്നതാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. വചനമായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നതിനായിട്ടും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ആലോചനകളെ അങ്ങയുടെ പുത്രൻ മുഖാന്തരം ഈ അന്ത്യകാലത്ത് ഞങ്ങളോട് അറിയിച്ചിരിക്കുന്നതിനായിട്ടും നന്ദിയോട് സ്തോത്രം. എഴുതപ്പെട്ട വചനമായി വിശുദ്ധ വേദപുസ്തകം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യും. ദൈവവചനത്തെ കർത്താവെ സ്നേഹിപ്പാൻ, ദൈവവചനത്തെ അനുസരിപ്പാൻ, വചനമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ച് ജീവിപ്പാനായിട്ട് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. അതിന് ഓരോ വചന പഠനവും മുഖാന്തരമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങളെ കാണുവാൻ, അത്ഭുതങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണം, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണം, അടിയനെ ശക്തീകരിക്കണം, കൂടുതലായി ഉപയോഗിക്കണം. ക്രൂസിന്റെ മറവിൽ മറഞ്ഞത് എന്ന് അങ്ങയുടെ വചനം പ്രസ്താവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. കേൾവിക്കാരായ എല്ലാവർക്കും, ആരൊക്കെ എപ്പോഴൊക്കെ ഇത് കേൾക്കുന്നു, അവർക്കെല്ലാവർക്കും ഇതിന് അനുഗ്രഹമായി അവരുടെ ജീവിതത്തിന് ചൈതന്യവും ഉണർവും പ്രാപിക്കുന്നതായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ. എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മള് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിന്റെ 6-ാമത്തെ അധ്യായത്തിലെ അതിന്റെ ഏതാണ്ട് മധ്യഭാഗത്തേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലായിരിക്കുന്ന തിമോഥെയോസിനോട് എഫെസോസിലെ സഭയെ എങ്ങനെ ഭരിക്കണം, എങ്ങനെ നടത്തണം എന്ന് ഉപദേശിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള ലേഖനമാണ്. ദൈവത്തിന്റെ സഭയിൽ എങ്ങനെ ഒരു സഭാ ശുശ്രൂഷകൻ പെരുമാറണം, ആ സഭയിലെ വിശ്വാസികളോട് എപ്രകാരം ഇടപെടണം, അവരെ എങ്ങനെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നയിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൽപ്പിക്കുന്നതായിട്ടുള്ള ചാർജുകൾ നൽകുന്നതായിട്ടുള്ള ഒരു ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് പ്രത്യേകിച്ചും ആദ്യത്തെ 2 വാക്യങ്ങള് നാം പഠിച്ചു കഴിഞ്ഞു. 3-ാമത്തെ വാക്യം തൊട്ടും കുറെ ഭാഗങ്ങൾ നാം ചിന്തിച്ചു. എന്നാൽ ഒന്നുകൂടെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ തവണ നാം ചിന്തിച്ചത് ഒന്നൊന്ന് ആവർത്തിച്ചുകൊണ്ട് 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പ്രത്യേകിച്ചും 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ പറയുന്നത്. അതായത് ദുരുപദേശം സഭകളിൽ നുഴഞ്ഞു കയറും. ദുരുപദേശം എപ്പോഴും സഭയിലേക്ക് കയറുവാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വിവിധ ലേഖനങ്ങളിലായിട്ട് താൻ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരെ താൻ ഒരിക്കൽ മിലേത്തോസിലേക്ക് വിളിച്ചു വരുത്തി അവരോട് അവിടെ വെച്ച് കൊടുക്കുന്ന ഉപദേശത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങള് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28 മുതൽ 30 വരെ താന് 3 വർഷം അവർക്ക് കണ്ണുനീർ വാർത്തുകൊണ്ട് എഫെസോസിലെ സഭയിലുള്ളവർക്ക് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ അവരെ ഉപദേശിച്ചു എന്നൊക്കെ അവരെ ഓർമ്മിപ്പിച്ച ശേഷം 20-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം 27-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ ആലോചന മുഴുവനും എഫെസോസിലെ സഭയിലെ
മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങളെ മുഴുവൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങളെ പൂർണ്ണമായി ഭരമേൽപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ തന്നെയും തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ആ ദൈവത്തിന്റെ സഭയെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച വിശ്വാസികളുടെ കൂട്ടമാകുന്ന സഭയെ, ആ സഭയെ മേയ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു. നിങ്ങളെ മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ദൈവത്തിന്റെ സഭയാണ്. യേശു ക്രിസ്തു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ്. മാത്രവുമല്ല, സഭയിലെ ശുശ്രൂഷ സ്ഥാനികളെ നിയോഗിക്കുന്നത്, അവരെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടം മുഴുവനെയും, വിശ്വാസികളെ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്നിട്ട് വളരെ ഹൃദയഭാരത്തോടെ പൗലോസ് പറയുകയാണ്, 29-ാമത്തെ വാക്യം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത, എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന, ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അവിടെ പറയുകയാണ്, പുറമേ നിന്ന് ആളുകൾ നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് നിങ്ങളുടെ ഇടയിൽ കടക്കും. പുറമേ നിന്ന് ആളുകൾ വരുന്ന വിവിധ ഉപദേശങ്ങൾ പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കും, വിപരീത ഉപദേശം പിന്നെ പറയുന്നു 30-ാമത്തെ വാക്യം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ആദ്യം പറഞ്ഞു പുറത്തു നിന്നുള്ള ആളുകൾ വന്ന് വഴിതെറ്റിക്കുമെന്ന്, പിന്നെ പറഞ്ഞു പുറത്തുനിന്ന് മാത്രമല്ല, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. അപ്പൊ 3 വർഷം പൗലോസ് എഫെസോസിൽ താമസിച്ച് പ്രവർത്തിച്ചു. 3 വർഷവും താനെ കണ്ണുനീരിൽ വിതയ്ക്കുകയായി. ദൈവത്തിന്റെ വചനം കണ്ണുനീരോടുകൂടെ അവരുടെ ഇടയിൽ പ്രസ്താവിച്ചു. എന്നാൽ പൗലോസ് പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോകും, ഞാൻ പോയേ മതിയാകത്തുള്ളൂ. ഞാൻ പോയാൽ പുറത്തു നിന്നുള്ള ദുരുപദേശക്കാർ നിങ്ങളുടെ ഇടയിൽ കയറും. മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചിലര് ദുരുപദേശക്കാരായിട്ട് എഴുന്നേൽക്കുമെന്ന് പറയും. പിന്നെ ചില വർഷങ്ങൾക്ക് ശേഷം തീമോഥെയോസിനെ ആക്കി വെച്ച് കഴിഞ്ഞ് തീമോഥെയോസിന് എഴുതുന്ന ലേഖനമാണ് നാം ഈ തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം എന്ന് പറയും. അവിടെ പറയുമ്പോഴും 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ആരംഭിക്കുമ്പോഴും അവിടെയും പറയുന്നു, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കും. അപ്പൊ തുടക്കത്തില് പറയുകയാണ്, അന്യത ഉപദേശിക്കുന്നവർ, ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് ഉതകുന്ന വിധത്തില് വിവിധ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നവരോട് അവര് പറയുന്നതൊന്നും ശ്രദ്ധിക്കരുതെന്ന് നീ അവിടെയുള്ള ആളുകളെ ഉപദേശിക്കണം. അപ്പൊ തുടക്കത്തിലെ ദുരുപദേശക്കാരെ കുറിച്ചൊരു വാണിംഗ് കൊടുത്തുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. ഇവിടെ ഈ ലേഖനം തീരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തികൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ, if anyone teaches false doctrines and does not agree to the sound instruction of our Lord Jesus Christ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള പത്യവചനത്തെ അനുസരിക്കാത്തവരും ദുരുപദേശങ്ങള് പഠിപ്പിക്കുന്നവരുമായിട്ടുള്ള ആളുകളെ കുറിച്ച് ഇവിടെ മുന്നറിയിപ്പ് നൽകിയാണ്. അവരെങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്? അവരൊന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. 3, 4, 5 വാക്യങ്ങളാണ് നാം വായിച്ചത്. ഇപ്പൊ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എഴുന്നേൽക്കുമെന്നുള്ളത് പൗലോസിന്റെ ഒരു റിപ്പീറ്റഡ് വാർണിംഗ് ആൻഡ് കൺസേൺ. തുടർച്ചയായി താന് മിക്കവാറും ലേഖനങ്ങൾ എഴുതുമ്പോൾ എല്ലായിടത്തെയും വിശ്വാസികളെ അതിന് മുന്നറിയിപ്പ് നൽകുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ ഉണർന്നിരിക്കണം,
നിങ്ങൾ വളരെ സൂക്ഷിച്ചിരിക്കണം. ഈ ദുരുപദേശവുമായിട്ട് ആളുകള് അകത്തേക്ക് കയറും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽക്കും. നിങ്ങൾ ഇത് തിരിച്ചറിയണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഇത് നമുക്ക് മറ്റു പല ലേഖനങ്ങളും, കൊലോസ്യ ലേഖനത്തിലും അവിടെ ജ്ഞാനമതക്കാരുടെ ദുരുപദേശങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റു പല ലേഖനങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ദുരുപദേശക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിനെ കുറിച്ച്, ദ മാർക്സ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്, ദുരുപദേശക്കാരെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ പറയും. എങ്ങനെയാണ് ദുരുപദേശക്കാരനെ തിരിച്ചറിയുന്നത്? ഒന്നാമത്തേത് 3-ാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട്. അവര് യേശുക്രിസ്തുവിലൂടെ ലഭിച്ചതായിട്ടുള്ള ആ ദിവ്യ ഉപദേശങ്ങൾ അനുസരിക്കുന്നവരല്ല. അവിടെ പറയുന്നു യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാത്തവരായിരിക്കും. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിലൂടെ സുവിശേഷങ്ങളിലൊക്കെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള കർത്താവിന്റെ വാക്കുകൾ, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ നേരിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വലിയ ഉപദേശങ്ങൾ, അതിൻ്റെയൊക്കെ നേർവിപരീതം പ്രസ്താവിക്കുന്നവരായിരിക്കും, അല്ലെ അത് പഠിപ്പിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർ. അതാണ് അവരുടെ ഒന്നാമത്തെ പ്രത്യേകത. അപ്പോ ഒരുത്തൻ ദുരുപദേശക്കാരനാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനവുമായിട്ട് അതിനെ എപ്പോഴും തട്ടിച്ചു നോക്കണം. പ്രത്യേകിച്ചും സുവിശേഷങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കുകളുമായിട്ട്, പ്രത്യേകിച്ചും കർത്താവിന്റെ വചനവുമായിട്ട് അതിനെ അനുസരിക്കാത്ത ഉപദേശങ്ങൾ സഭയിൽ കടക്കും. അങ്ങനെ വരുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ദുരുപദേശക്കാരെന്ന് ഒന്നാമത്തേത് പറയുന്നു. 1-ാം അധ്യായത്തിന്റെ 2 തീമോഥെയോസ് 1:13 പൗലോസ് 2 തീമോഥെയോസ് 1:13 എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, ആ നല്ല ഉപനിധി ഇംഗ്ലീഷിൽ പറയുന്നത് ദാറ്റ് ഗുഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താ? പൗലോസിനോട് കേട്ടതായിട്ടുള്ള പത്യവചനം. പത്യവചനം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സൗണ്ട് ഡോക്ട്രിൻസ്, നിർമ്മലമായ ദൈവവചനത്തിന്റെ ഉപദേശം. പൗലോസ് തീമോഥെയോസിന് അത് കൈമാറി. എന്നിട്ട് പറയുകയാണ്, നീ ആ ഉപദേശത്തെ ഒട്ടും കലർപ്പില്ലാതെ അത് ആ നല്ല ഉപനിധിയെ, ആ ഗുഡ് ഡെപ്പോസിറ്റിനെ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോ യഥാർത്ഥത്തിൽ ദൈവവചനം ഹൃദയത്തിലെ കലർപ്പില്ലാതെ സംഗ്രഹിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവ. പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. ഇനിയും ഈ ദുരുപദേശക്കാരുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അവരെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ മാർഗം, അവര് 3-ാമത്തെ വാക്യത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കും. ഇംഗ്ലീഷിൽ പറയുന്നത് ദേ ആർ കൺസീറ്റഡ് എന്ന് പറഞ്ഞാൽ അഹംഭാവം ഉള്ളവരായിരിക്കും, അവര് ചീർത്തിരിക്കുന്നവരായിരിക്കും, വളരെ പ്രൗഡ് ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഹംബിൾ ദേ വിൽ ബി വെരി പ്രൗഡ് പീപ്പിൾ. അവര് ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് കാര്യം, ഇതിന്റെ അപ്പുറത്ത് വേറൊരു വാക്കില്ല എന്ന് പറഞ്ഞ് താഴ്മയില്ലാത്തവരായിരിക്കും എന്ന് അവരെ കുറിച്ച് പറയുന്നു. ദേ ആർ പ്രൗഡ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ആ വാക്യം: അൺഹെൽത്തി ഇൻട്രസ്റ്റ് ഇൻ കോൺട്രവേഴ്സീസ് ആൻഡ് ക്വാറൽസ് അബൌട്ട് വേർഡ്സ് ദാറ്റ് റിസൾട്ട് ഇൻ envy, strife, malicious talks, evil suspicions, and constant friction between men of corrupt mind who have been robbed of the faith and who thinks that godliness is a means to financial gain. അവരുണ്ടാക്കുന്ന തർക്കങ്ങളും വാദങ്ങളും മനുഷ്യർ തമ്മിൽ അസൂയയും തർക്കവും പിണക്കവും അതുപോലെ വിദ്വേഷവും ഒക്കെ വളർത്തുവാൻ മാത്രം ഉപകരിക്കത്തക്ക വിധത്തിൽ വലിയ അഹംഭാവികളായിരിക്കും ഈ ദുരുപദേശക്കാരെന്നാണ് രണ്ടാമത് അവരെ തിരിച്ചറിയാനുള്ള മാർഗം. അഹംഭാവിയാണോ? ദൈവവചനം ശുശ്രൂഷിക്കുന്നവൻ എപ്പോഴും താഴ്മയോടെ കർത്താവിന്റെ മനസ്സുള്ളവനായിട്ട് ശുശ്രൂഷിക്കുന്നവനായിരിക്കും. അപ്പൊ ഈ ദുരുപദേശക്കാരനെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് he will be very proud, അവൻ വലിയ അഹംഭാവി ആയിരിക്കും. മൂന്നാമത് പറയുന്നത് ഇപ്പൊ നാം വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട്, അവര്
ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നവരാണ്. 5-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ അവർ ദൈവഭക്തി ആദായ സൂത്രം, ദാറ്റ് മീൻസ് ഗോഡ്ലിനെസ് ഈസ് എ മീൻസ് ടു ഫിനാൻഷ്യൽ ഗെയിൻ. ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവഭക്തിക്ക് ഇറങ്ങി തിരിച്ചത് പണം ഉണ്ടാക്കാനാണെന്ന് ചിന്തിക്കുന്നവർ. പണത്തിനു വേണ്ടി ദൈവഭക്തി, അത് പൗലോസ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യം വായിച്ചാല്, ഫിലിപ്പിയ ലേഖനം 3-ന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവരെ കുറിച്ച് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പറയുകയാണ് അവരുടെ അവസാനം നാശം. പിന്നെ അവരുടെ ദൈവം എന്ന് പറയുന്നത് എന്താ? വയറ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഒരു വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇറങ്ങി തിരിച്ചു വരാം. വയറ്റിപ്പഴപ്പെന്നുള്ള അത് പഴയ കാലത്താ വയറ്റിപ്പഴപ്പെന്ന് പറയും. ഇന്നാർക്കും ഭക്ഷണം കഴിക്കാൻ ഉള്ള അത്യാവശ്യമൊന്നുമില്ല. അവരുടെ ദൈവം വയറെന്ന് പറഞ്ഞാൽ അവർ പണത്തിനു വേണ്ടി, ദുരുപദേശക്കാരെ കുറിച്ച് പ്രത്യേകിച്ചും പറയുന്നതാണ്, അവർ പണത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ ഏത് മാർഗം ഉപയോഗിച്ചും പണം ഉണ്ടാക്കുന്നതിൽ യാതൊരു നാണംകേടും തോന്നാത്തവരാണ് അവരെന്ന് പറയും. അതിനെന്ത് തരം ദുരുപദേശങ്ങളും കള്ളത്തരങ്ങളും മനുഷ്യനെ പറഞ്ഞ് ദൈവവചനത്തിൽ ഉണ്ടെന്നും പറഞ്ഞ് പറ്റിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ കാലത്ത് പ്രത്യേകിച്ച് ഇപ്പൊ അന്ത്യകാലം ആയതുകൊണ്ട് അത് ധാരാളമായിട്ടുണ്ട്, അല്ലേ? ധാരാളമായിട്ടുണ്ട്. അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. ദൈവത്തെ വെറും എന്താ, 1 വെച്ചാ 10 കിട്ടും എന്ന് പറയുന്ന മുച്ചീട്ട് കളിക്കാരന്റെ, അല്ലേ, ആ ഫിലോസഫി പോലെ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്ന അനുസരിച്ച് ദൈവം ഇങ്ങോട്ട് തരത്തുള്ളൂ. ദൈവത്തിന് കടം കൊടുത്താൽ ദൈവം, അല്ലേ, ദൈവത്തിന് കുറച്ച് പൈസ കടം കൊടുക്കുക, ദൈവം അതിന്റെ 10 ഇരട്ടിയായിട്ട് മടക്കി തരും എന്നൊക്കെയുള്ള വിധത്തില് അനുഗ്രഹം മാത്രം പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അഭിവൃദ്ധിയുടെ ദൈവശാസ്ത്രം, അല്ലെ പ്രോസ്പെറിറ്റി പ്രീച്ചേഴ്സ്, അങ്ങനെയുള്ളവര് ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കുന്നതായിട്ടുള്ള ആളുകൾ. ഇനി മറ്റൊരു വാക്യം കൂടെ വായിക്കാൻ, റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. റോമർ 16, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായിട്ടുള്ള തർക്കങ്ങളും പഠിപ്പിക്കലുകളും ഉണ്ടാക്കുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് റോമാലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ബാക്കി വായിച്ചാട്ട്. അവരോട് അകന്നു മാറുവീൻ, അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, അവിടെയും പറയുന്നുണ്ട്, അവർ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും ചക്കര വാക്കും മുഖസ്തുതിയും കൊണ്ട് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യും. ഇന്ന് നമുക്ക് നോക്കിയാൽ ഒരുപക്ഷെ ഇന്ന് TV-യിൽ പോലും വരുന്ന അനേക പ്രസംഗങ്ങളിലൊക്കെ നമുക്കിത് തന്നെ കാണാനായിട്ട് കഴിയും. ചക്കര വാക്കും മുഖസ്തുതിയും. അവര് സേവിക്കുന്ന എന്തിനാ? തങ്ങളുടെ വയറിനെ അത്ര സംഭാവന സ്വീകരിക്കാൻ വേണ്ടി മാത്രം ചാനലുകൾ നടത്തുന്നവരുമുണ്ട്. അല്ലെങ്കിൽ അതുവഴി, അല്ലേ, സുവിശേഷ വേല ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നവർ, ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നാം കാണുമ്പോൾ പൗലോസാണ് അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച്
എനിക്ക് വേണ്ടിയും എന്നോട് കൂടെയുള്ളവരുടെ ബുദ്ധിമുട്ടിനും ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു. പൗലോസിനെ അനേകരെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫിലിപ്പിയിലെ സഭ പൗലോസിനെ പലവട്ടം സഹായിച്ചിട്ടുണ്ട്. തെസ്സലോനിക്കയിൽ ഇരുന്നപ്പോഴും കൊരിന്തിൽ ഇരുന്നപ്പോഴും ഒക്കെ. മാത്രവുമല്ല, റോമയിലായിരുന്നപ്പോഴും പൗലോസിന്റെ ബുദ്ധിമുട്ടിന് വളരെ സഹായിച്ച സഭയാണ് ഫിലിപ്പിയിലെ സഭ. എന്നാൽ പൗലോസിനെ പലപ്പോഴും പറയാനായിട്ട് കഴിഞ്ഞു, ആരും തരാനില്ലാത്തപ്പോഴും ഞാൻ എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ചു. അതായത് താൻ സുവിശേഷ വേല ചെയ്യുമ്പോഴും തൻ്റെ തൊഴിലായ കൂടാരപ്പണി കൊണ്ട് ഞാൻ ഒരു പക്ഷേ വിചാരിക്കുന്നത് തൻ്റെ കൈകൾ ഇങ്ങനെ ജനത്തിന് മുമ്പാകെ നീട്ടിയിട്ട് ആ കയ്യിലെ തഴമ്പ് അല്ലെ, കൂടാരത്തിന്റെ ആ വലിയ പടുതായൊക്കെ തുന്നിയതിന്റെ സൂചി പിടിച്ചതിന്റെ തഴമ്പൊക്കെ കാണിച്ചുകൊണ്ടാ പറയുന്നത്, ഞാൻ ഈ കൈ കൊണ്ട് അധ്വാനിച്ചു, എൻ്റെ ബുദ്ധിമുട്ടിനും എന്നോട് കൂടെ ഉള്ളവരുടെ ബുദ്ധിമുട്ടിനും വേണ്ടി ഞാൻ അധ്വാനിച്ചു. എന്നാൽ ലഭിച്ചപ്പോൾ, ആവശ്യത്തിൽ ഇരുന്നപ്പോൾ ലഭിച്ചപ്പോൾ താൻ അത് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പൗലോസ് എഫേസോസിലെ സഭയിലും പറയുന്ന മറ്റൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്ക് എഫേസ്യയിലെ മൂപ്പന്മാരെ താൻ ഓർപ്പിക്കുന്നുണ്ട്. നാം അല്പം മുമ്പ് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം, 20-ാം അധ്യായത്തിന്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല, എൻ്റെ മുട്ടിനും എന്നോട് കൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നു. എഫെസോസിലെ മൂപ്പന്മാരോട് ധൈര്യമായിട്ട് പൗലോസിന് പറയാനായിട്ട് കഴിഞ്ഞു, നിങ്ങളുടെ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ടിനും എന്നോട് കൂടെയുള്ളവരുടെ ബുദ്ധിമുട്ടിനും ഞാൻ ഈ കൈ കൊണ്ട് അധ്വാനിച്ച് അല്ലേ, അതിൽ നിന്ന് ലഭിച്ച വക കൊണ്ടാണ് ഞാൻ ചെലവ് കഴിഞ്ഞത്, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതെന്ന് ധൈര്യപൂർവ്വം എഫെസോസിലെ മൂപ്പന്മാരോട് ഒരുമിച്ച് അവരെ വിളിച്ചു നിർത്തി പറയുവാനായിട്ട് പൗലോസിന് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ പറയുക 35-ാമത്തെ വാക്യം, അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. 35, ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിച്ചു. സ്വന്തം ബുദ്ധിമുട്ടിനും കൂടുള്ളവരുടെ ചെലവിനും വേണ്ടി മാത്രമല്ല, അധ്വാനിച്ച് ആ സഭയിൽ പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കാനും തനിക്ക് ലഭിച്ച വരുമാനം ഉപയോഗിച്ചു. പിന്നെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചു. ഐ ഹാവ് സെറ്റ് ആൻ എക്സാമ്പിൾ ബിഫോർ യു ബൈ റിമെമ്പറിംഗ് ദ വേർഡ്സ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്ക്, ഈ വാക്ക് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നില്ല അല്ലെ. 4 സുവിശേഷങ്ങളിലും കർത്താവ് ഇങ്ങനെ പറഞ്ഞതായിട്ട് നാം കാണുന്നില്ല. കർത്താവ് പറഞ്ഞ വാക്ക് എന്തോ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാ ഭാഗ്യം. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗിവ് മോർ ദാൻ ടു റിസീവ്. വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ വാങ്ങുന്നതിനേക്കാളും ഭാഗ്യം എപ്പോഴും കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, കൂടെയുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു. ബാക്കി വന്നത് പ്രാപ്തിയില്ലാത്ത മറ്റുള്ളവരെ സഹായിപ്പാനും ഉപയോഗിച്ചു. ഇപ്പൊ പൗലോസിന് ധൈര്യപൂർവ്വം എഫെസോസിലെ എഴുതുമ്പോൾ ഈ കാര്യം വീണ്ടും ഓർപ്പിക്കാനായിട്ട് കഴിയും. പൗലോസ് ഫിലിപ്പിയിൽ എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഐ ഹാവ് ലേൺഡ് ടു ബി കണ്ടന്റ് ഇൻ വാട്ട്സോ എവർ സ്റ്റേറ്റ് ഐ ആം. ഞാൻ ഏത് അവസ്ഥയിലായിരുന്നാലും സംതൃപ്തനായിരിക്കാനായിട്ട് ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇപ്പോ ഒരിടത്ത് ചെല്ലുമ്പം നല്ല ഭക്ഷണം കിട്ടി, അത് കഴിച്ചു. അതുകൊണ്ട് വേറൊരിടത്ത് ചെല്ലുമ്പം പട്ടിണി ആവുമ്പം എനിക്ക് പട്ടിണി ഇരിക്കാൻ വയ്യാന്നൊരിക്കലും കരുതിയിട്ടില്ല. പട്ടിണി ആയിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഇല്ലായ്മയിൽ ഇരിപ്പാനും എല്ലാം ശീലിച്ചവനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അപ്പൊ എപ്പോഴും താന് എന്തെങ്കിലും പറഞ്ഞാലും ചെയ്താലും അതെല്ലാം കർത്താവിന്റെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു പൗലോസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തെ അനുസരിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്നാണ്. ഇപ്പൊ പൗലോസ് ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉപദേശിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾക്കനുസരിച്ച് മാത്രമേ പഠിപ്പിച്ചിരുന്നുള്ളൂ. അങ്ങനെ മാത്രമേ താൻ ജീവിച്ചിരുന്നുള്ളൂ.
പുഴുവും തുരുമ്പും കൊടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുതെന്നുള്ളത് പൗലോസ് എപ്പോഴും ഓർത്തിരുന്നു. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണമെന്ന് ഓർത്തിരുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തിരുന്നു. കർത്താവിന്റെ കൂടെ നടന്ന വ്യക്തിയല്ല പൗലോസ്. ആയിരുന്നു? അല്ല. ശിഷ്യന്മാരിൽ ഒരുത്തനല്ലായിരുന്നു. തന്നെയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം ഈ മാർഗക്കാരെയെല്ലാം ഉപദ്രവിക്കുവാൻ നടന്ന വ്യക്തിയുമാണ്. പിന്നെ എപ്പോഴാണ് ഈ വാക്ക് താൻ കേട്ടത്? കർത്താവ് ഇത് പറഞ്ഞെന്ന് ഒന്നുകിൽ ശിഷ്യന്മാരാരെങ്കിലും പൗലോസിന് പറഞ്ഞു കൊടുത്ത് കാണും. കർത്താവ് ഇങ്ങനെയൊക്കെയാ പഠിപ്പിച്ചത്, അല്ലേ? പത്രോസോ യാക്കോബോ യോഹന്നാനോ മറ്റാരെങ്കിലും പൗലോസിനോട് ഇത് പറഞ്ഞു കൊടുത്ത് കാണും. അല്ല, ഇനി കർത്താവ് നേരിട്ട് തന്നെ പൗലോസിനെ ഇത് പഠിപ്പിച്ചതാണെന്ന് നമുക്കറിയില്ല. ഏതായാലും കർത്താവ് പറഞ്ഞ വാക്ക് സുവിശേഷങ്ങളിലല്ലാതെ മറ്റൊരിടത്ത് നാം കാണുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലാണ്, അല്ലേ? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് യേശുദാൻ പറഞ്ഞ വാക്ക് ഓർക്കുകയും ചെയ്തു. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത് 3 ദുരുപദേശക്കാരെ തിരിച്ചറിയാനുള്ള 3 മാർഗങ്ങൾ. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അന്യത ഉപദേശിക്കുന്നവരാണ്. 2, അവര് വാഗ്വാദത്തിന്റെയും തർക്കത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്ന അഹംഭാവികളായിട്ടുള്ള മനുഷ്യരായിരിക്കും. 3, അവര് സുവിശേഷം അറിയിക്കുന്ന, അല്ലെ അവര് പഠിപ്പിക്കുന്നതിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പണസമ്പാദനമായിരിക്കും, ഫൈനാൻഷ്യൽ ഗെയിൻ. ദൈവഭക്തി കൊണ്ട് ആദായം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ദൈവഭക്തി ആദായ സൂത്രമെന്ന് അവർ വിചാരിക്കുന്നു. റോമാലേഖനത്തിൽ പറയുന്നു അവരവരുടെ വയറിനെ സേവിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു അവരുടെ ദൈവം വയറ്. എന്നിട്ട് പറയുന്നു അവര് ചക്കരവാക്കും മുഖസ്തുതിയും കൊണ്ട് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ചു കളയുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം, ഈ ദുരുപദേശങ്ങളുടെ എല്ലാം പിമ്പിലെ പ്രേരക ശക്തി എന്താണ് ഇവരെ ദുരുപദേശക്കാരാക്കി തീർക്കുന്നത്? അത് നമുക്ക് അവരുടെ സംതൃപ്തി ഇല്ലാത്തൊരു ഹൃദയമായി. പൗലോസ് പറയുന്നു, ഞാൻ എല്ലാ അവസ്ഥയിലും സംതൃപ്തനായിരിക്കാൻ ശീലിച്ചിരിക്കുന്നു. പട്ടിണിയായിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അപ്പൊ ഒരു സുവിശേഷകന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്തായിരിക്കണം? സംതൃപ്തമായൊരു ജീവിതമായിരിക്കും. ഏതവസ്ഥയിലും, ഉണ്ടേലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം, ബുദ്ധിമുട്ടാണെങ്കിലും പ്രയാസമാണെങ്കിലും അവന്റെ മുഖത്ത്, അവന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു സംതൃപ്തി ഉണ്ടായിരിക്കും. ഈ സംതൃപ്തി ഇല്ലാത്തവരെ കണ്ടാൽ അതിന്റെ അർത്ഥം എന്താ? സംതൃപ്തി ഇല്ലാത്ത കർത്താവിന്റെ വേലക്കാരെന്ന് പറയുന്നവരെ കണ്ടാൽ അവർ യഥാർത്ഥ ദൈവഭക്തരല്ല. അവര് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. കാരണം അവര് സംതൃപ്തി ഇല്ലാത്തതിന്റെ കാരണം അവരുടെ മോഹങ്ങൾക്ക് അധീനരായിട്ട് തീർന്നിരിക്കും. നാനാവിധ മോഹങ്ങൾക്ക് അധീനരായിട്ട് അവർക്ക് എത്ര പണം കിട്ടിയാലും തികയത്തില്ല, എത്ര നല്ല വീടുണ്ടെങ്കിലും തികയത്തില്ല, എത്ര നല്ല വണ്ടി ഉണ്ടെങ്കിലും തികയത്തില്ല, ഏത് പദവി കിട്ടിയാലും തികയത്തില്ല, എത്ര ബഹുമാനം കിട്ടിയാലും തികയത്തില്ല. അങ്ങനെയുള്ള വിവിധ മോഹങ്ങൾക്ക് അധീനരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളായിരിക്കും പ്രത്യേകിച്ചും ഈ ദുരുപദേശക്കാരായിട്ട് കടന്നു വരുന്നു. സംതൃപ്തിയില്ലാത്ത ഹൃദയം, പിന്നെയും പിന്നെയും നേടണം, സമാഹരിക്കണം, ബഹുമാനം കിട്ടണം, പണം കിട്ടണം, സുഖസൗകര്യങ്ങൾ ലഭിക്കണം എന്നുള്ള ആർത്തി, മോഹമായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവം അതിനെ വ്യക്തമായിട്ട് പറയുന്നു. എല്ലാ പാപത്തിന്റെയും അടിസ്ഥാനം എന്താ? മോഹമാണ്. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു സ്വന്തം മോഹം. എന്നിട്ട് പറയുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അത് സെക്ഷുവൽ സിൻ ആണെങ്കിലും, ലൈംഗിക പാപങ്ങളാണെങ്കിലും, മറ്റു പാപങ്ങളാണെങ്കിലും എല്ലാറ്റിൻ്റെയും പുറകിൽ അതിന്റെ പ്രേരക ശക്തി എന്ന് പറയുന്ന മോഹമായി. എന്തെങ്കിലും കണ്ടാൽ അത് വേണം, ഏത് കണ്ടാലും ആർത്തിയോടെ അതിനെ നോക്കുന്ന ആ കൺമോഹം, ആ ജഡമോഹം, ആ മോഹമാണ് ഈ പാപത്തിന്റെ എല്ലാം മൂലകാരണം. അതുകൊണ്ടാണ് താഴോട്ട് വരുമ്പോ പറയുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും
മൂലമല്ലോ. 10-ാമത്തെ വാക്യം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പോ സംതൃപ്തിയോ, എന്നാൽ വേറെ അതിന്റെ മുകളിൽ പറയുന്നുണ്ട്, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വളരെ ആദായമാകുന്നു. അലംഭാവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസവും നാം പറഞ്ഞതാണ്, അലം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം മതി എന്ന. അലംഭാവം എന്ന് പറഞ്ഞാൽ മതി എന്ന, എനിക്ക് ഇത്രയും മതി, ഞാൻ ഇതുകൊണ്ട് ജീവിച്ചോളാം, എനിക്ക് ഈ വീട് മതി, എനിക്ക് ഈ വാഹനം മതി, എനിക്ക് ഈ വസ്ത്രം മതി, എനിക്ക് ഇത്രയും സൗന്ദര്യം മതി. ഏതവസ്ഥയിലും സംതൃപ്തിയോടിരിക്കുന്ന അത് ദൈവഭക്തിയുടെ ലക്ഷണം, യഥാർത്ഥ ഒരു ദൈവ പൈതലിന്റെ ലക്ഷണം. അങ്ങനെയുള്ള സംതൃപ്തിയോടെയുള്ള ദൈവഭക്തി, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ. അത് വലിയ നേട്ടമാണ്, അത് വലിയ ആദായമാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇംഗ്ലീഷ് വേദോസം പറയുന്നത്, ബട്ട് ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ബി കണ്ടന്റ്, മതി, ഞാൻ സംതൃപ്തനാണ്. ഒക്കുകയല്ലേ, അതുകൊണ്ട് മതി എന്ന് വെക്കുന്നതല്ല, എനിക്കിത് മതി. ഭക്ഷണം വിളമ്പുമ്പം നമുക്കറിയാം, ഭക്ഷണ മേശയിലൊക്കെ അല്ലേ, അല്ലെങ്കിൽ പലയിടത്തും ആർത്തിയോടെ എനിക്കിത് മതി എന്നുള്ള അതാണ് ഹൃദയത്തിന് സമാധാനവും നൽകുന്നത്. അതാണ് ഫിലിപ്പ് ലേഖനം 4:11 പൗലോസ് പറയുന്നത്, ഐ ഹാവ് ലേൺഡ് ഇൻ വാട്ട്സോ എവർ സ്റ്റേറ്റ് ഐ ആം there with to be content. സംതൃപ്തിയോടെ ഏതവസ്ഥയിലായിരുന്നാലും സംതൃപ്തിയോടെ ആയിരിക്കാനായിട്ട് ഞാൻ പഠിച്ചിരിക്കുന്നു. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കുഴപ്പം, നമ്മള് ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടാന്ന് വെക്കാൻ വലിയ പ്രയാസം അല്ലേ. പണ്ട് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുക, മോട്ടോർ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഒരു ദിവസം അല്ലേ വെള്ളം മോട്ടോർ അടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വെള്ളം പിന്നെ കോരി എടുക്കേണ്ടി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. കറണ്ട് കുറച്ചു നേരത്തേക്ക് പോയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ പല കാര്യങ്ങളും പണ്ട് നമുക്ക് എത്ര ദൂരം വേണേലും നടക്കാമായിരുന്നു, ഇപ്പം വാഹനം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒന്നില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ ചിലതങ്ങ് ശീലിച്ച് കഴിയുമ്പോൾ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ, ഞാൻ എപ്പോഴും ഓർക്കും, 2018 വെള്ളപ്പൊക്കം വന്നപ്പം നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു അല്ലേ. 1-2 വസ്ത്രം കൊണ്ട് ജീവിക്കാൻ പഠിച്ചു, ഉപ്പില്ലാതെ കഞ്ഞി വരെ കുടിക്കാൻ പഠിച്ചു. ഉപ്പെടുക്കാൻ മറന്നുപോയി, കഞ്ഞി വെച്ചു, ഉപ്പിടാനില്ല. വെള്ളപ്പൊക്കത്തിൽ ഉപ്പങ്ങ് പോയി, 2-3 ദിവസം ഉപ്പില്ലാതെ കഞ്ഞി കുടിക്കാൻ വരെ പഠിച്ചു. കറണ്ട് ഇല്ലായിരുന്നു ആ ദിവസങ്ങളൊന്നും, മോട്ടർ അടിക്കുന്നില്ല, മഴവെള്ളം പിടിച്ച് കഞ്ഞി വെച്ചു. ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികൾ വരുന്നത്? എക്കണോമിക് ക്രൈസിസ്, എനർജി ക്രൈസിസ്, നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്നത് ദൈവം മനുഷ്യനെ ഒന്നുകൂടെ പഠിപ്പിക്കുക, കുറച്ചുകൂടെ ടു സിംപ്ലിഫൈ ഹ്യൂമൻ ലൈഫ്സ്, മനുഷ്യ ജീവിതത്തെ കുറച്ചുകൂടെ ലളിതവൽക്കരിക്കാൻ. ഞാൻ ഓർക്കാം, ഇപ്പൊ എല്ലാവർക്കും വിറ്റാമിൻ ഡി കുറവാ. കാരണം എന്നാ? ആവശ്യത്തിൽ കൂടുതൽ തുണിയുണ്ട്, പിന്നെ വെയിലൊട്ടും കൊള്ളുന്നില്ല. പണ്ടൊക്കെ ഒരു കൈലി കൊടുത്ത് അല്ലേ പറമ്പിലൊക്കെ പോയി കളിക്കുമ്പോ രാവിലത്തെയും വൈകിട്ടത്തെയും ഒക്കെ വെയിൽ നല്ലപോലെ കൊള്ളുമായിരുന്നു. അപ്പൊ ആർക്കും അന്ന് വൈറ്റമിൻ D3 ഒന്നും കുറവില്ല. വൈറ്റമിൻ D3 കുറഞ്ഞപ്പോഴെന്തുവാ, കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. കഴിവ് നഷ്ടപ്പെട്ടപ്പം മുട്ടിന് വേദന, കാലിന് വേദന അല്ലേ. ഇപ്പൊ ആർക്കും മുട്ടും കൈയും ഒന്നും ചെയ്യാത്തതിന്റെ കാര്യം എന്തുവാ? കൂടുതലും വൈറ്റമിൻ D3 കുറവാ. അപ്പോ പഴയ കാലത്ത് അന്ന് ആവശ്യത്തിന് വസ്ത്രം ഇല്ലായിരുന്നത് കൊണ്ട് അല്ലേ അന്നൊരു ഉടുപ്പിട്ടുകൊണ്ട് പോയി കളിക്കാൻ പറ്റത്തില്ല. ആകെ ഒരു തോർത്തോ വല്ലതും കാണും, അത് തലയിലോട്ടൊന്ന് കെട്ടും, ഒരു കയ്യിൽ കൊടുക്കും. അന്നത്തെ കാലം അതിലൊക്കെ. അപ്പോ ദൈവത്തിന്റെ സൃഷ്ടിക്ക് ഒരു ക്രമമുണ്ട്. അതിനെയൊക്കെ കോംപ്ലിക്കേറ്റ് ചെയ്താണ് മനുഷ്യന്റെ ലക്ഷറീസ് എന്ന് പറയുന്നത്. അത് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം ഫുൾ പ്രൂഫ് ഒന്നും അല്ല, എങ്കിലും ചിന്തിക്കുവാൻ വേണ്ടി പറയും. മനുഷ്യന് ധാരാളം ആഡംബരങ്ങൾ ദൈവം കൊടുത്തപ്പോൾ, ആഡംബരം എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ ദൈവം കൊടുത്തപ്പോൾ ദൈവത്തെ മറക്കുകയും ബേസിക് പ്രിൻസിപ്പിൾസ്, അടിസ്ഥാനപരമായ കാര്യങ്ങള് നാം മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 2-3 കാര്യങ്ങളൂടെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല.
അവിടെ പറയുന്ന പ്രധാന കാര്യം വെൽത്ത് ഈസ് നോട്ട് ലാസ്റ്റിംഗ്. സമ്പത്ത് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒന്നുമല്ല, അല്ലേ? ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തില് തന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ ഇയ്യോബ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്തുവാ? നഗ്നനായി ഞാൻ ലോകത്തിലേക്ക് വന്നു, നഗ്നനായി തന്നെ. വായിച്ചു ഇയ്യോബ് 1:21. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അത് തന്നെ ഓർപ്പിക്കുന്നത്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആരും ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടുന്ന് പോകുമ്പോഴും ആരും ഒന്നും കൊണ്ടുവന്നില്ല. ചിലര് മരിച്ചു കഴിയുമ്പം പലരും ചോദിക്കുന്നേ, ആ പുള്ളി എന്ത് ഇത്രയും സമ്പാദ്യം ഇട്ടേച്ചാ പോയത്, അല്ലേ? ഹൗ മച്ച് ഡിഡ് ഹി ലീവ്? ഇംഗ്ലീഷിൽ സാധാരണ അങ്ങനെ ചോദിക്കും. എന്നും വേണ്ട സമ്പാദ്യം ഉണ്ടാക്കി അത് ഇട്ടേച്ചാണ് പോയെന്ന്. അപ്പൊ എന്തും വേണ്ടി ഇട്ടേച്ചാ പോയെന്ന് ചോദിക്കുമ്പോ എത്ര ഇട്ടേച്ച് പോയെന്നാ പറയുന്നത്? എല്ലാം ഇട്ടേച്ചാ പോയത്, ഒന്നും കൊണ്ടുപോയിട്ടില്ല. ആരും ഒന്നും കൊണ്ടുപോയില്ല. മഹാനായ അലക്സാണ്ടർ പോലും, അല്ലേ, അങ്ങനെയാണ് ശവപ്പെട്ടിയുടെ പുറത്തേക്ക് കൈകൾ ഇട്ടിട്ട് അന്ത്യയാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. സോ എവ്രിതിങ് വിൽ ബി ലെഫ്റ്റ് ഹിയർ. നേടിയതും ഓടിയതും, ഇല്ലേ? 39-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, മനുഷ്യർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, വ്യർത്ഥമായി ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അവർ തങ്ങളുടെ ധനശിഷ്ടം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെച്ചേച്ചു പോകുന്നു. ഇനി കുഞ്ഞുങ്ങളും അനുഭവിക്കുമോ എന്ന് അറിയത്തില്ല. ചിലരുടെ കുഞ്ഞുങ്ങളും അത് അനുഭവിക്കില്ല. സർക്കാരിലേക്ക് കണ്ടുകെട്ടത്തെയോ കോടിക്കണക്കിന് രൂപ, അല്ലേ, ഈ മധ്യ തിരുവിതാംകൂറിലെ പല ബാങ്കുകളിലും എന്താ അൺക്ലെയിംഡ് ആയിട്ട് കിടപ്പുണ്ടെന്നാണ്. ആരും അവകാശികളില്ലാതെ ഉള്ള നിക്ഷേപങ്ങൾ തന്നെ കിടപ്പുണ്ട്. ആർക്കും വേണ്ടി അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോ വെൽത്ത് ഈസ് നോട്ട് ലാസ്റ്റിംഗ്. രണ്ടാമതായിട്ട് ഇവിടെ ഓർപ്പിക്കുന്നത് 8-ാമത്തെ വാക്യം, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കും. അപ്പോ ഇവിടെ വേദപുസ്തകം ഓർപ്പിക്കുന്നത്, പൗലോസ് പറയുന്നത്, അവർ ബേസിക് നീഡ്സ് വിൽ ബി ഈസിലി മെറ്റ്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഏതായാലും കൃത്യമായി ദൈവം നിറവേറ്റുമോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? മത്തായി 6:30 മുതൽ 34 വരെ. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് ഒരു വിശ്വാസി വിചാരപ്പെടേണ്ട ആവശ്യമേ ഇല്ല. യുവർ ഓൾ ബേസിക് നീഡ്സ് വിൽ ബി മെറ്റ് ബൈ ദ ഹെവൻലി ഫാദർ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇത് നിങ്ങളുടെ ആവശ്യമെന്ന് അറിയുന്നു. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ, അതുകൊണ്ടാണ് പറയുന്നത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പീൻ. അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിറവേറ്റും. ദിസ് വേൾഡ് ഹാസ് എവറിഥിങ് ഫോർ മാൻസ് നീഡ്സ് ബട്ട് നോട്ട് ഫോർ ഹിസ് ഗ്രീഡ് എന്നാണ്, അല്ലേ? ഈ ലോകത്തിൽ മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്, അവന്റെ അത്യാഗ്രഹത്തിനുള്ളതൊന്നും ഇല്ലെന്നേ. ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടും. അപ്പൊ ചോദിക്കും, ചിലടത്ത് പട്ടിണിയോ ഉണ്ടോന്ന്. പട്ടിണിയുള്ളത് മനുഷ്യൻ വരുത്തി വെക്കുന്ന പട്ടിണിയോ. ഇന്ന് ലോകത്തിൽ ഭക്ഷ്യോൽപാദനം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ എലിയുടെ മൂത്രവും എലിയുടെ രോമവും കൊണ്ട്, അല്ലെങ്കിൽ എലി അതുപോലുള്ള അതുകൊണ്ട് നശിക്കുന്ന ഭക്ഷ്യ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മാത്രം ഇന്ത്യയിലെ പട്ടിണി അകറ്റാമായിരുന്നെന്നാണ്. ഫുഡ് കോർപ്പറേഷന്റെയും അല്ലെ മറ്റു ഗോഡൌണുകളിലൊക്കെ, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് വരാതോ ആളുകൾക്ക് വിതരണം ചെയ്യാതോ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പോഴും റേഷൻ കാർഡ് പല ഇനമാക്കി വെച്ചല്ലേ. എത്ര ഇനമാക്കിക്കോട്ടെ,
സബ്സിഡി, ഭക്ഷ്യസാധനങ്ങളുടെ ദൗർലഭ്യം കൊണ്ടല്ല പട്ടിണി ഉണ്ടായിരിക്കുന്നത്. പട്ടിണി ഉണ്ടാക്കുന്നത് മനുഷ്യൻ വരുത്തി വെക്കുന്ന പട്ടിണി. ഈ വകയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്വനായ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുക, വയലിലെ പുല്ലിനെ ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ഈ വകയൊക്കെയും ഉണ്മാനും ഉടുപ്പാനും ഉള്ളതും അല്ലേ, എല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഉപരിയായിട്ടുള്ള പലതും ആഡംബരങ്ങളാണ്. ഒരു മനുഷ്യൻ സമ്പന്നനാണെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ഇല്ലാതെ അവന് ജീവിക്കാമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ല എത്ര കൂടുതൽ ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം വന്നപ്പോൾ TV കണ്ടില്ല, പത്രം വായിച്ചില്ല, അല്ലെ, ഒരു എന്റർടൈൻമെന്റും ഇല്ലായിരുന്നു, മൊബൈൽ ഫോൺ പോലും ഇല്ല. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു. അതുകൊണ്ടൊന്നും ആർക്കും ഒരു നഷ്ടം വന്നില്ല. കൊറോണ വന്നപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോ മനുഷ്യ ജീവിതം കുറച്ചുകൂടെ ലളിതവൽക്കരിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഒരു വാണിംഗൂടാണ് പലപ്പോഴും ഇങ്ങനെ വരുന്ന പ്രതിസന്ധികളെന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ 9ഉം 10ഉം വാക്യങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഇവിടെ മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ്, അല്ലെ. സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്നു. മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാവും മുങ്ങിത്താഴുന്നത്? ധനികനാകുവാൻ ആഗ്രഹിക്കുമ്പോൾ അതെന്താ പറയുന്നത്? അതൊരു കെണി തന്നെയാണ്. റിച്ചസ് ഈസ് എ ട്രാപ്പ്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും ഡിസേഴ്സ് ദാറ്റ് പ്ലഞ്ച് മെൻ ഇൻടു റൂയിൻ ആൻഡ് ഡിസ്ട്രക്ഷൻ എന്ന ഇംഗ്ലീഷിൽ പറയും. മനുഷ്യനെ മോഹങ്ങളുടെ തിരമാലകൾ അടിച്ച് അവൻ ഈ കടലിൽ അങ്ങ് താണു പോവുകയാണ്. ഇവിടെ ഒരു മുങ്ങിത്താഴുന്ന മനുഷ്യന്റെ ചിത്രമാണ് പൗലോസ് പറയുന്നത്. ധനത്തിൽ ആശ്രയിച്ച് ആഡംബരങ്ങൾ മോഹിച്ച് കടലിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരി കൊടുങ്കാറ്റും തിരമാലയും വന്നപ്പോൾ മുങ്ങിപ്പോയതുപോലെയാണ് ഇവിടെ പറയുന്നത്. ഇത് ചിലർ കാക്ഷിച്ചിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. പ്രത്യേകിച്ചും ഇത് ക്രിസ്തീയ സഭാ ശുശ്രൂഷകരെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. അവിശ്വാസികളോടല്ല പറയുന്നത്, വിശ്വാസികളോടാ പറയുന്നത്. നമുക്കറിയാം, വളരെ നല്ല ശുശ്രൂഷ ആരംഭിച്ച അനേകർ അവരുടെ ശുശ്രൂഷ അങ്ങോട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ പണത്തിന്റെ പിന്നാലെ തൊട്ട് പ്രാർത്ഥിക്കുന്നതിന് കാശ്, അല്ലേ, കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് വേറെ കാശ്, ഇങ്ങനെ തരം തിരിച്ചു പണം അല്ലേ സമ്പാദിച്ചു. അവസാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും വന്നിപ്പോ എല്ലാം കൊണ്ടുപോയി. യൂണിവേഴ്സിറ്റികളും സാമ്രാജ്യങ്ങളും ഒക്കെ സ്ഥാപിച്ചവരെ എല്ലാം ഇപ്പൊ റെയ്ഡ് ചെയ്യുക. ഇതൊക്കെ ദൈവത്തിന്റെ ന്യായവിധി തന്നെയല്ലേ? ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ സംഹാരനാശങ്ങളിൽപ്പെട്ട് മുങ്ങിപ്പോകുന്നു. ദൈവവചനം പ്രസംഗിക്കാൻ ഇറങ്ങി തിരിച്ച വലിയ 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 സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചല്ലേ. അവരവരുടെ ദൈവരാജ്യം അല്ല സ്ഥാപിച്ചത്, ഗോഡ്സ് കിങ്ഡം അല്ല. പിന്നെ സ്ഥാപിച്ച എന്താ? മാൻസ് കിങ്ഡമാണ്. എൻഫോഴ്സ്മെന്റുകാരും അല്ലേ, ഇൻകം ടാക്സുകാരും വിജിലൻസും ഒക്കെ ഇത് കാറിന്റെ ഡിക്കിയിൽ നിന്നും ഒക്കെ പണം എടുത്തോണ്ട് പോവാ, കോടിക്കണക്കിന് രൂപ അൺഅക്കൗണ്ടഡ് മണി. ഇത് പിടിക്കാനോ ആരെങ്കിലും വേണ്ടേ? നെബൂഖദ്നേസറിനെ കൊണ്ട് ഇസ്രായേൽ മക്കളെ ശിക്ഷിച്ച പോലെ അല്ലേ. ദൈവം തന്റെ ന്യായവിധി ജനത്തിന്റെ മേൽ അയക്കുക. മനുഷ്യൻ ആദായ സൂത്രമെന്ന് വിചാരിച്ച് ദൈവവേല ചെയ്യുന്നവർക്കുള്ള വലിയ മുന്നറിയിപ്പുകൾ അനേകരെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ലാത്തത് കൊണ്ടാണ്. ഇതുപോലെ സുവിശേഷത്തിന്റെ പേരിൽ സാമ്രാജ്യം സ്ഥാപിച്ച അനേകരും മുങ്ങിപ്പോയി തകർന്നു പോയവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇതാർക്കും സംഭവിക്കും. മോഹമാണ് ഇതിന്റെ എല്ലാം പിമ്പിൽ. ദ്രവ്യാഗ്രഹം എന്ന് പറയുമ്പോൾ പണത്തെക്കുറിച്ചുള്ള ആഗ്രഹം മാത്രമല്ല, മറ്റെല്ലാ മോഹവും നമ്മെ പാപത്തിലേക്ക് വഴി നടത്തുന്നതാണ്, പാപത്തിലേക്ക് നയിക്കുന്നതാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. റോമാലേഖനത്തിലും പൗലോസ് 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു. അപ്പൊ ന്യായപ്രമാണം കൊണ്ട് പാപത്തിന്റെ പരിജ്ഞാനം വരുന്നു എന്ന് പറയുമ്പോഴും
ഉപയോഗിക്കുന്ന പ്രധാന കൽപ്പന മോഹിക്കരുതെന്നുള്ള കൽപ്പനയാണ്. 10 കൽപ്പനയിൽ തന്നെ അതിന്റെ ഒരു അടിസ്ഥാനം, മറ്റെല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം മോഹിക്കരുതെന്നുള്ള. ഒരുത്തൻ മോഹിക്കുന്നത് കൊണ്ടാണ് കൊല ചെയ്യുന്നത്. ഒന്നുകിൽ അവന്റെ പണം, അല്ലെങ്കിൽ അവനുള്ളത് എന്തിനേലും മോഹിക്കുമ്പോൾ അവനെ കൊലപ്പെടുത്തുന്നു. മോഹിക്കുന്നത് കൊണ്ട് മോഷ്ടിക്കുന്നു, മോഹിക്കുന്നത് കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു, അല്ലേ? മിക്കവാറും എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം മോഹം തന്നെയാണ്. ഇവിടെ പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ, മോഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യുന്നു. ചിലർ ഇത് കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരുന്നു. അനേകരെ നമുക്ക് കാണാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ളത്? മോഹങ്ങളെ വിട്ടൊഴിയുവാൻ, ദൈവഭക്തിയോടെ ജീവിപ്പാൻ, ദൈവഭയത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി പണത്തെ മോഹിച്ചുകൊണ്ട്, ആദായം മോഹിച്ചുകൊണ്ട്, സ്ഥാനമോഹങ്ങളുമായി, ദൈവവചനത്തിന് വിരുദ്ധമായ ഉപദേശങ്ങളുമായി അഹംഭാവത്തോടെ നമ്മുടെ ഇടയിൽ അനേകർ കടന്നു വരും. നാം അവരെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കണം, ഉണർന്നിരിക്കണം. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എം.ഇ. ചെറിയാൻ സാറ് എഴുതിയ മനോഹരമായ ഒരു ഗാനമുണ്ട്, എന്തൊരാനന്ദം ഈ ക്രിസ്തീയ ജീവിതം, ദൈവത്തിൻ പൈതലൻ ജീവിതമാണ്. അതിന്റെ ഒരു സ്റ്റാൻസ് ഇപ്രകാരമാണ്: മനുഷ്യനിൽ ഞാൻ ആശ്രയിക്കില്ല, ദാനത്തിലൻ മനം ചായുകയില്ല. മനുഷ്യനിൽ ഞാൻ ആശ്രയിക്കില്ല, ദാനത്തിലൻ മനം ചായുകയില്ല. ഉയിർപ്പോം വരെ കുരിശേന്തി ഞാൻ ഉലകിൽ മാനുവേലനെ അനുഗമിക്കും. ഉയിർപ്പോം വരെ കുരിശേന്തി ഞാൻ ഉലകിൽ മാനുവേലനെ അനുഗമിക്കും. എന്തോരാനന്ദമീ ക്രിസ്തീയ ജീവിതം, ദൈവത്തിൻ പൈതലൻ ജീവിതം, ദൈവത്തിൻ പൈതലൻ ജീവിതം. ആരിലെന്നാശ്രയമെന്നെനിക്കറിയാം, അവനെന്നുപനിധിയോടുവോളം കാക്കും. ആരിലെന്നാശ്രയമെന്നെനിക്കറിയാം, അവനെന്നുപനിധിയോടുവോളം കാക്കും. താൻ നന്ദികെ വരുമാരെയും അവൻ തള്ളുകയിൽ ഒരു വേളയിലും. താൻ നന്ദികെ വരുമാരെയും അവൻ തള്ളുകയിൽ ഒരു വേളയിലും. എന്തോരാനന്ദമീ ക്രിസ്തീയ ജീവിതം, ദൈവത്തിൻ പൈതലൻ ജീവിതം, ദൈവത്തിൻ പൈതലൻ ജീവിതം. ഈ പ്രത്യാശയോടായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.